പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റസായിൽ ഹാത്തിഫിയ ബ്ലോക്ക് 1 യൂണിറ്റ് 4 റസായിൽ ഹാത്തിഫിയ വൽ ഇലക്ട്രോണിയ, മൊബൈൽ സന്ദേശങ്ങളും ഇലക്ട്രോണിക് സന്ദേശങ്ങളും. അതിൻ്റെ ഷോർട്ട് നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. റസായിൽ ഹാത്തിഫിയത്തുൽ മഹ്മൂലത്തു അൻവാഉഹ, മൊബൈൽ സന്ദേശങ്ങളും അതിൻ്റെ ഇനങ്ങളും. അന്ന റസായിൽ ഹാത്തിഫിയൽ മഹ്മൂല യമാൻ ഉർസിലുഹ ഇലാ ശഖ്സിൻ ഔ ജിഹത്തിൻ മുഅയ്യനത്തിൻ മിന റസായിലി അൽ ഖസീറത്തി ബിഹൈസു യക്തുബു നസ്സു റിസാലത്തു അലാ ശാശത്തിൽ ഹാത്തിഫിൽ മഹ്മൂൽ എന്ന് പറഞ്ഞാൽ വേഗത്തിലുള്ളതും സുരക്ഷിതവുമായ ആശയവിനിമയത്തിനായി ഒരു പ്രത്യേക വ്യക്തിക്കോ സ്ഥാപനത്തിനോ മൊബൈൽ ഫോൺ സ്ക്രീൻ വഴി അയക്കുന്ന വാചക സന്ദേശങ്ങളാണ് ഇവ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് SMS, ഷോർട്ട് മെസ്സേജ് സർവീസ്, ഖിദ്മാത്ത് റസായിൽ ഖസീറ. രണ്ടാമത്തത് MMS, മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്, ഖിദ്മത്ത് റസായിൽ മുതഅദ്ദിദത്തുൽ വസായിത്. അപ്പോൾ SMS എന്ന് പറഞ്ഞാൽ അദാത്ത് ഇത്തിസാലിൻ നസിയത്തിൻ തുഅതമിദു അലാ ലൗഹത്തിൽ അസ്റാരിൽ ഹാത്തിഫി, ഫോണിൻ്റെ കീപാഡിനെ ആശ്രയിക്കുന്ന ഒരു വാചക ആശയവിനിമയ ഉപകരണമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്തസിർ റിസാലത്തുൽ വാഹിദത്തു അല 160 ഹർഫൻ ബി ഹദ്ദിൻ അഖ്സ. ഓരോ സന്ദേശവും പരമാവധി 160 പ്രതീകങ്ങളായി എന്തായാലും പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതാണ് MMS, മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്, ഖിദ്മത്ത് റസായിൽ മുതഅദ്ദിദത്തുൽ വസായിത്. അപ്പോൾ MMS തസ്മഹു ബി കിതാബത്തി നസ്സി ഗൈറ മഹദൂദ. പിന്നെയോ തുവഫിറു ഇംകാനിയത്തിൻ ഇർഫാഖി സുവരിൻ ഫീദുഹാസ് വ മൽഫാസ് സോത്തിയ. പിന്നെ മിനസാത്ത് ദർദശത്തി ഫി തത്ബാഖ് തവാസുൽ ഇജ്തിമായി. MMS പരിധിയില്ലാത്ത വാചകം എഴുതാൻ അനുവദിക്കുന്നു. അതേപോലെ ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ ഫയലുകൾ എന്നിവ അറ്റാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടാക്കുന്നു. പിന്നെയോ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ ചാറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അസ്ബഹത്ത് ജുസ്അൻ ലാ യതജസ്സഉ മിനൽ ഹയാത്തിൽ യൗമിയ മിസ്ലു ഫേസ്ബുക്ക്, വാട്സാപ്പ് വ ഇൻസ്റ്റാഗ്രാം. ഇവ ദൈനംദിന ജീവിതത്തിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ പ്രാധാന്യം നോക്കാം. ദുആത്ത് ദർജസത്തു മിനൽ വസായിലി ശരീഅത്തി ഹിയ തവാസുലു മഅൽ ആഖിരീന മിൻ ഖിലാലി മുഖ്തലിഫി ശബക്കാത്ത്. വ്യത്യസ്ത നെറ്റ്വർക്കുകളിലുടനീളം ഏറ്റവും വേഗതയേറിയ ആശയവിനിമയ മാർഗങ്ങളിൽ ഒന്നാണിത്. പിന്നെ യത്തിമു നഖ്ലുൽ അഖ്ബാരി വൽ അഹ്ദാസിൽ ആമത്തി ബൈനൽ അഫ്രാദി അബ്ര ഹാദിഹി തത്ബീഖാത്ത്. വാർത്തകളും പ്രധാനപ്പെട്ട സംഭവങ്ങളും അവ സംഭവിക്കുമ്പോൾ തന്നെ കൈമാറുന്നു. തുസ്തഖ്ദമുൽ യൗമ ഹാദിഹി തസ്ഹീലാത്ത് ലിഅഗ്റാദിൻ തഅലീമത്തിൻ വഖ്തിസാദിയത്തിൻ വസിയാസിയത്തിൻ വഗൈരിഹ. വിദ്യാഭ്യാസ, സാമ്പത്തിക, രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി അവ ഉപയോഗിക്കുന്നു. തുഅദ്ദു ഹാദിഹിൽ വസീലത്തു മിൻ അഫ്ളലിൽ വസായിൽ ലത്തി ബിഹാ തതിമ്മുൽ മുഹാവറാത്ത് വൽ മുഹാദിസാത്തുൽ യൗമിയ ബൈന ശഖ്സൈൻ. വ്യക്തികൾ തമ്മിലുള്ള ദൈനംദിന സംഭാഷണങ്ങളും ഇടപെടലുകളും അവ സുഗമമാക്കുന്നു. അടുത്താൽ ബലീദുൽ ഇലക്ട്രോണി വ മുമയ്യിസാത്തുഹു, ഇമെയിലും അതിൻ്റെ സവിശേഷതകളും. കലിമത്തു ഇമെയിൽ ഹിയ ഇഖ്തിസാറു വഹുവ വസീലത്തു റായിഅത്തുൽ ലിൽ ബഖായി അല ഇത്തിസാലി മഅൽ അസ്തിഖാഇ വസ്സുമലായി അബ്റൽ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇലക്ട്രോണിക് മെയിലിൻ്റെ ഇഖ്തിസാർ, ചുരുക്കരൂപമാണ് ഇമെയിൽ എന്ന കലിമത്ത്. അപ്പോൾ ഇമെയിൽ എന്ന് പറഞ്ഞാൽ തരീഖത്തു റായിഅത്തുൽ ലിൽ ബഖായി അല ഇത്തിസാലി മഅൽ അസ്തിഖാഇ വൽ അഖാരിബി വസ്സുമലായി ഫി മുഖ്തലിഫിൽ മനാത്തിഖ്.
ഇത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായും ഓൺലൈൻ ബന്ധം നിലനിർത്താൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മികച്ച മാർഗമാണിത്. ഇനി നമുക്കിതിൻ്റെ സവിശേഷതകൾ നോക്കാം. എന്താണ് സവിശേഷതകൾ? ഇതെന്താണ്? മജാനിൽ ഇസ്തിഖ്ദാമാണ്, ഉപയോഗിക്കൽ എന്താണ്? ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഇംകാനിയത്തിൻ ഇർസാലിൻ റിസാലത്തി ഫി അയ്യ വഖത്തിൻ വലി അയ്യ മക്കാനിൻ ഫിൽ ആലം, ലോകത്ത് എവിടെയും എപ്പോൾ വേണമെങ്കിലും സന്ദേശം അയക്കാനുള്ള കഴിവ്. അടുത്തത് ഇംകാനിയത്ത് ഇർസാലത്ത് റിസാലത്തിൽ വാഹിദത്തി ലി ഇദ്ദത്തി അഷ്ഖാസിൻ ഫി വഖത്തിൻ വാഹിദ്, ഒന്നിലധികം ആളുകൾക്ക് ഒരേ സമയം ഒരു സന്ദേശം അയക്കാനുള്ള കഴിവ്. അടുത്തത് സുറാഅത്തു തഅറുഫി അലൽ മുർസലി ഇൻദൽ ഉസൂലി റിസാല, സന്ദേശം ഡെലിവറി ചെയ്യുമ്പോൾ വേഗത്തിൽ അയച്ചയാളെ തിരിച്ചറിയൽ. അടുത്തത് ഇംകാനിയത്ത് ഇർഫാഖിൻ മുലഫാത്തിൻ, അതായത് സുവർ, വീഡിയോ, അസ്വാദ്. അടുത്ത ഫയലുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ അറ്റാച്ച് ചെയ്യാനുള്ള കഴിവ്. മറ്റൊരു പ്രത്യേകതയാണ് ഇംകാനിയത്ത് ഇർഫാഖ് ഇംകാനിയത്ത് തഹ്സീൻ റസായിലി ഫിത്റാത്തിൻ തവീല, ദീർഘമായ സമയത്തിലേക്ക് സന്ദേശങ്ങളെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അടുത്തത് ബിതാഖത്തു തഹ്നിയത്തി വ തബ്രീകാത്ത് വസീലത്തുൽ തഅബീരി അൻ മശാഇരിൽ ഫറഹി അൽ ഇംതിനാനി വ തഖ്ദീരി തിജാഹൽ ആഖരീന ഫിൽ മുനാസബാത്ത് അൽ ഖാസ അൽ അഅയാദ് അൻ നജാഹ് അസ്സവാജ്, ആശംസാ കാർഡുകൾ, പ്രത്യേക അവസരങ്ങൾ, അവധി ദിവസങ്ങൾ, വിജയങ്ങൾ, വിവാഹങ്ങൾ, മറ്റൊരാളുള്ള സന്തോഷം, നന്ദി, വിലമതിപ്പ് എന്നിവ പ്രകടിപ്പിക്കാനുള്ള മാർഗം. അടുത്തത് ആശംസകളുടെ ഉദാഹരണങ്ങളാണ്. തഹ്നിയത്തും ബിൽ ഈദൈൽ അക്ബരി വൽ അസ്ഗർ, ചെറിയ പെരുന്നാളും അതേപോലെ വലിയ പെരുന്നാളിനുള്ള ആശംസകൾ. ഈദുക്കും മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ മിൻകും സാലിഹൽ അഅമാൽ വകുലു ആമിൻ വഅൻതും ബിഖൈർ. അടുത്ത തഹ്നിയത്ത് ബിൻ നജാഹി വ തവഫുഖി, ഇപ്പോൾ വിജയാശംസകൾക്ക് വേണ്ടിയിട്ട് തഹാനീന അലാ നജാഹിക ഫിൽ ഇംതിഹാനാത്ത്, നിങ്ങളുടെ പരീക്ഷാ വിജയത്തിന് അഭിനന്ദനങ്ങൾ. അമലുക്കൽ ജാദ് ഖദ് അസ്മർ വനഹ്നു ഫഖൂറൂന ബിക, തുടങ്ങിയത്. തഹ്നിയത്തും ബിൽ മൗലിദിൽ ജദീദ്, പിന്നെയോ ഇനി ബർത്ത്ഡേ സെലിബ്രേഷൻ, പുതിയ കുട്ടി പ്രവഹിക്കുമ്പോഴുള്ള ആശംസ. അഹന്നക്കുമ അല വസൂലി അദുവിൽ ജദീദ് ഇല ആയിലത്തിക്കുമ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അംഗം വന്നതിന് അഭിനന്ദനങ്ങൾ. നർജു ലിൽ മൗലൂദിൽ ജദീദ് സിഹത്തൻ ജയ്യിദ വ ഹയാത്തൻ മലീഅ ബിൽ ഹുബ്ബ്. പിന്നെ നാലാമത്തത് തഹന്നിയത്ത് ബിസ് സവാജ്, എന്താണ്? വിവാഹ ആശംസ. ബാറക്കല്ലാഹു ലക്കുമ ബാറക അലൈക്കുമ വ ജമഅ ബൈനക്കുമ ഫീ ഖൈരി വ ലത്ഫി വ ആഫിയ. അൽഫ മബ്റൂക് ലക്കുമ ഫീ ഹാദൽ യൗമി സഈദ്. നർജു ലക്കുമ ഹയാത്തൻ സൗജിയത്തൻ മലീഅത്തൻ ബിൽ ഹുബ്ബി വ സആദ. അടുത്തത് ബിതാഖത്ത് തഹ്നിയത്തി ബി തഖറുജ്, ബിരുദം കരസ്ഥമാക്കുമ്പോഴുള്ള. തഹാനീന അല ഇൻജാസിക്കൽ കബീർ ഫി തഖറുജ്, ബിരുദം നേടിയതിലെ നിങ്ങളുടെ മഹത്തായ നേട്ടത്തിന് അഭിനന്ദനങ്ങൾ. നഫ്തഖിർ ബിക വനർജു ലക മുസ്തഖ്ബിലൻ മുശ്രിഖ, നിങ്ങൾക്ക് ശുഭമായ ഭാവി ആശംസിക്കുന്നു. അടുത്തത് നമ്മൾ 5ാമത്തെ യൂണിറ്റിൻ്റെ ഷോർട്ട് നോട്ട്സാണ് നോക്കാൻ പോകുന്നത്. അടുത്ത തൊലബുൽ വളീഫ ഹി അമലിയത്തിൻ തഖ്ദീമു തൊലബിൻ റസ്മിയിൻ മിൻ ഖബലി ഫർദിൻ യബഹഥു അനിൽ അമലി ലിഹുസൂലി അലാ വളീഫത്തിൻ മുഅയ്യന. ഒരു പ്രത്യേകം തസ്തികയിലേക്ക് തൊഴിൽ തേടുന്ന ഒരു വ്യക്തി ഔപചാരിക അഭ്യർത്ഥന സമർപ്പിക്കുന്ന പ്രക്രിയയാണ് ജോലി അപേക്ഷ. അജ്സാ തൊലബുൽ വളീഫ, ജോലി അപേക്ഷയുടെ ഘടകങ്ങൾ നോക്കാം. ഇന്ന ഹൈഅത്ത തൊലബുൽ വളീഫത്തി തഹ്തവി അലാ സബഅത്തി ജസാഇൻ, 7 വിഭാഗം കാര്യങ്ങളുടെ മേൽ എന്ത് ചെയ്യും? തൊലബുൽ വളീഫ ഉൾക്കൊണ്ടുവരും. അതേതൊക്കെയാണ്? ഒന്ന് താരീഖ് തഖ്ദീമു തൊലബ്, അപേക്ഷ വിലയിരുത്തൽ തീയതി. രണ്ടാമത്തെ അൻവാൻ ജഹത്തി ഉർസലിലേഹ താലിബ്, സ്വീകർത്താവിൻ്റെ വിലാസം. അത് മൂന്നാമത്തെ തഹിയ, അഭിവാദ്യം. നാലാമത്തത് അൽ മൗദൂഉ റഈസി, പ്രധാന വിഷയം. അഞ്ചാമത്തത് മുഹ്തവ, ഉള്ളടക്കം.
അടുത്തത് ഉൻവാനുൽ മുർസൽ, അയച്ചയാളുടെ വിലാസം. ഏഴാമത്തത് അൽ മാലൂമത്ത് തഫ്സീലിയത്തുൽ ഉഖ്റ, പിന്നെ മറ്റ് വിശദമായ വിവരങ്ങൾ. കറക്കമിൽ ഹാത്തിഫ്, മൊബൈൽ നമ്പർ പോലെ, വൽ ബരീദിൽ ഇലക്ട്രോണിക്, വറക്കം ഹിസാബ് അൽ ബങ്ക്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് അസിറത്ത് ദാത്തിയ, ബയോഡേറ്റയെ കുറിച്ചാണ്. അപ്പോൾ അസീറത്തു ഷഖ്സിയ അവിസീറത്തു ദാത്തിയ, CV എന്ന് പറഞ്ഞാൽ ഇഖ്തിസാറുൽ കലിമത്തിൽ ലാറ്റിനിയ, കരിക്കുലം വിറ്റെ. അപ്പോൾ കരിക്കുലം വിറ്റെ എന്നുള്ള ലാറ്റിൻ പദത്തിൻ്റെ ഷോർട്ട് ഫോമാണ് CV എന്നുള്ളത്. അപ്പോൾ ഈ ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ ഹിയ വസീഖത്തുൻ തബയ്യനു ഖിബറത്തുൽ ഫർദിൽ വളീഫത്തി വ മസീറത്തിഹിൽ അക്കാദമിയ, ഒരു വ്യക്തിയുടെ പ്രൊഫഷണൽ അനുഭവം അക്കാദമിക് പശ്ചാത്തലം വിവരിക്കുന്ന ഒരു രേഖയാണിത്. തുസ്തഖ്ദമു ഗാലിബൻ ഫി തജന്നിദി ഇൻദമാ യഅരിദുൽ മർഉ നഫ്സഹു ലിൽ വളായിഫി വൽ മനാസിബ്. ജോലികൾക്കും തസ്തികൾക്കും അപേക്ഷിക്കുമ്പോൾ സ്വയം പ്രദർശിപ്പിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് അജ്സാഉ സിറത്ത് ദാത്തിയ, അപ്പം ബയോഡേറ്റയുടെ ജുസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് അൽ ബയാനാത്തു ഷഖ്സിയ, വ്യക്തിഗത വിവരങ്ങൾ. യഹ്തവി ഹാദൽ ജുസു ജമീഉൽ മുഅഹ്ഹലാത്ത് ദറാസിയ അല്ലത്തി ഹസല അലൈഹിൽ ഫർദു മിസ്ല ഷഹാദാത്ത് ജാമിഇയ്യ ഷഹാദത്ത് തദ്രീബ്. അപ്പോൾ ഇതെന്താണ്? പേര്, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം തുടങ്ങിയവയ്ക്കാണ് ഇതിൽ മെയിനായിട്ട് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തത് അൽ മുഹലാത്തുൽ ഇൽമിയ, അക്കാദമിക് യോഗ്യതകൾ. ഇതിലെന്തൊക്കെയാണ് പറയുന്നത്? മിസ്ലുൽ ഷഹാദത്തുൽ ജാമിഇയ്യ, ഷഹാദത്ത് തദ്രീബ്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ബയാനത്ത് ഷഖ്സിയിൽ പറഞ്ഞത് പേര്, ഫോൺ നമ്പർ, അതേപോലെ ഇമെയിൽ അഡ്രസ്സ് പോലത്തത്. രണ്ടാമത്തേത് പറയുന്നത് മുഹലാത്തുൽ ഇൽമിയ, അക്കാദമിക് യോഗ്യതകൾ പറയുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി ബിരുദങ്ങളും പരിശീലന സർട്ടിഫിക്കറ്റുകളുമാണ്. ഷഹാദത്ത് ജാമിഅ, ഷഹാദത്ത് തദ്രീബ്. അടുത്തത് മൂന്നാമത്തത് അൽ ഖിബറാത്തുൽ അമലിയ, പ്രവൃത്തി പരിചയം. ഇപ്പോൾ മുൻ സ്ഥാനങ്ങൾ, കമ്പനി പേരുകൾ, തൊഴിൽ തീയതികൾ തുടങ്ങിയവ. അടുത്തത് നാലാമത്തത് അൽ മഹാറാത്ത്, കഴിവുകൾ. ഏതൊക്കെയാണ് കഴിവുകൾ പറയുന്നത്? ഭാഷ, മിസ്ൽ മഹാറാത്ത് ലഗ്വിയ വൽ ഹസൂബിയ വൽ മഹാറാത്തുൽ ഖിയാദിയ വഗൈരിഹ, ഭാഷ, കമ്പ്യൂട്ടർ ജോലിയുമായി ബന്ധപ്പെട്ട നേതൃത്വ കഴിവുകൾ. അടുത്തത് അഞ്ചാമത്തെ അൽ മറാജി, റെഫറൻസുകൾ. ഇപ്പോൾ റെഫറൻസുകൾ എന്ന് പറഞ്ഞാൽ അതുങ്ങളെ ശുപാർശ ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ മാനേജർ അല്ലെങ്കിൽ പ്രൊഫസർ കോൺടാക്റ്റ് വിവരങ്ങൾ. അടുത്തത് ആറാമത്താണ് അൽ ഹവായാത്ത്, ഹോബികൾ. ഇപ്പോൾ ഹോബികളെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പട്ടികപ്പെടുന്ന ഒരു ഓപ്ഷണൽ വിഭാഗമാണ് ഹോബികൾ എന്ന് പറയുന്നത്. പിന്നെ ഏഴാമത്തത് അൽ ജവായിസു വൽ മൻഷൂറാത്ത്, അവാർഡുകളും പ്രസിദ്ധീകരണങ്ങളും. അതായത് അക്കാദമിക് വിദഗ്ധരും ഉയർന്ന പരിചയസമ്പന്നരുമായ പ്രൊഫഷണലുകൾക്കും, അപ്പോൾ ഗവേഷണ പ്രബന്ധങ്ങൾ, ലേഖനങ്ങൾ, അവാർഡുകൾ, അതൊക്കെ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഏഴാമത്തെ കാര്യം പറയുന്നത്, ജവാസിൽ വൽ മൻസൂറാത്ത് പറയുന്നത്. ഹോബികളെക്കുറിച്ചൊരു പട്ടികയുടെ പറയുന്നുണ്ട്, അത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അൽ അൻഷദത്തുൽ ഫന്നിയ മിസ്ൽ റസ്ം വ തസ്വീർ വ തസ്മീം അൽ ജറാഫിക്കി. അപ്പോൾ ഹോബിൽ വായനയും എഴുത്തും, അങ്ങനെ എന്താണ് ഫോട്ടോഗ്രാഫി, ചിത്രരചന, കമ്മ്യൂണിറ്റി സേവനം, പാചകം, സ്പോർട്സ്, നീന്തൽ, അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. യാത്ര, ചെസ്സ്, ബ്രെയിൻ ഗെയിമുകൾ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ബഅദുൽ ഇത്തിഹാമുൽ ഇദ്റാജി ഫി സിറത്തി ദാത്തിയ, പിന്നെ ബയോഡേറ്റയിൽ ചേർക്കാൻ പറ്റുന്ന അധിക കാര്യങ്ങളെന്നാൽ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അത് ഇസ്തിമാഉൽ മൂസിഖി, സംഗീതം കേൾക്കൽ, അൽആബ്, കളിക്കൽ, പിന്നെ അസഫർ, യാത്ര, അൽ ഫുനൂൻ, വിദേശ ഭാഷകൾ, പിന്നെ അൻഷദത്തുൽ ഇജ്തിമാഇയ്യ,
തീമാറ്റിക് ഗവേഷണം, പിന്നെ ലുഗാത്തുൽ അജ്നബിയ, മറ്റ് ഭാഷകൾ, വിദേശ ഭാഷകൾ, പിന്നെ മുദവ്വിനാത്തുൻ വ ബഹ്തുൽ മൗദൂഇ, പിന്നെ താരീഖ്, മസ്റഹ്, ഫിലിം, നാടകം അല്ലെങ്കിൽ സിനിമ, ചരിത്രം തുടങ്ങിയ അധികം ചേർക്കുന്ന കാര്യങ്ങളും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ബ്ലോക്കിന് നമുക്ക് അടുത്ത ബ്ലോക്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ബ്ലോക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.